മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം. ഈയിടെ ചാവ എന്ന ഹിന്ദി ചിത്രത്തിലെ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ യുദ്ധം തെരുവുകളിലേക്ക് വ്യാപിക്കുകയാണ്. ശിവാജി മഹാരാജിന്റെ മകനായ സാംബാജി മഹാരാജും ക്രൂരനായ ഔറംഗസീബ് ചക്രവർത്തിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇതിൽ കണ്ണിൽ ചോരയില്ലാത്ത ഔറംഗസീബ് ചക്രവർത്തിയായി വരുന്നത് നടൻ അക്ഷയ് ഖന്നയാണ്. എന്നാൽ ചിത്രത്തോടൊപ്പം വിവാദം സജീവമാണ്. ചരിത്രം വളച്ചൊടിച്ച സിനിമയാണ് ഇതെന്നും ഔറംഗസേബ് ഒരിക്കലും ഒരു മതഭ്രാന്തനായിരുന്നില്ലെന്നും സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ നൽകിയ ലളിത ജീവിതം നയിച്ച ചക്രവർത്തിയാണെന്നും പറഞ്ഞ് സമാജ്വാദി പാർട്ടിയിലെ ചിലർ രംഗത്തെത്തിയിരിക്കുകയാണ്. BJP ഇവരെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചതോടെ വിവാദം കൊഴുത്തു. അതിനിടെ ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. വിശ്വാസത്തെ അപമാനിച്ച, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, പാവപ്പെട്ട ജനതയെ ആക്രമിച്ച വ്യക്തികളെ മഹത്വവൽക്കരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്നായിരുന്നു യോഗിയുടെ പരാമർശം. എന്നാൽ ഔറംഗസേബിന്റെ പേര് പറയാതെയായിരുന്നു UP മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശനം നടത്തിയത്. ബഹ്റൈച്ചിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു യോഗിയുടെ ഈ വാക്കുകൾ. എന്തായാലും അദ്ദേഹത്തിന്റെ ശവകുടീരം ഇപ്പോൾ കത്തുന്ന ഒരു വിഷയമായി തന്നെ മാറുകയാണ്. അതിനാൽ തന്നെ സുരക്ഷാ മുൻകരുതലുകളും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലെ കുൽദാബാദിൽ സ്ഥിതി ചെയ്യുന്ന ഔറംഗസീബിന്റെ ശവകുടീരം പൊതിഞ്ഞുകെട്ടിയിരിക്കുകയാണ്. ഷീറ്റ് ഉപയോഗിച്ച് സ്മാരകം പൂർണ്ണമായി മറച്ചു. ശവകുടീരം പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ട് VHP, ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്.